276 യാത്രക്കാരുമായി ഇറ്റലിയിലേക്ക് യാത്ര തിരിച്ച കപ്പലിലെ യാത്രക്കാരെ പോലെ ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും ജനങ്ങൾ കൂട്ടിലടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. പുറത്ത് മരണം കളിയാടിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു ജീവിതം സാധ്യമാകുമോ എന്നുള്ള ആശയറ്റ് പോയവരും കൂടെ യാത്ര ചെയ്യുന്നു. പ്രതീക്ഷയുടെ ഒരു നുറുങ്ങ് വെളിച്ചവും എങ്ങും കാണാനില്ല. പണവും പദവികളും പ്രശസ്തിയും അഫലമായി പോകുന്നു. ഇന്നലെ വരെ ഭരണചക്രം തിരിച്ച് ഞാനില്ലെങ്കിൽ ഭൂമിയില്ലെന്ന മട്ടിൽ ചവിട്ടി മെതിച്ച് നടന്നവർ എല്ലാം നിസ്സഹായരായി സ്വയം പ്രതിരോധത്തിലൂന്നുന്നു. മുന്നറിയിപ്പുകളെ അവഗണിച്ച് രാജന് കീഴ്പ്പെടാതെ മ്ലേച്ഛതയും കൊടിയ പാപവും ലോകമാകുന്ന കപ്പലിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നു. മടങ്ങി വരാത്ത യാത്ര പോയതുപോലെയുള്ള സൂര്യൻ, നാളുകളായി കാണാത്ത ഇച്ചിരി വെട്ടങ്ങൾ, പ്രതീക്ഷയുടെ ഒരു തിരിനാളവും കാണാതെ ആശയറ്റവരായി കഴിയുന്ന സഹയാത്രികർ. എങ്കിലും അചഞ്ചലമായ വിശ്വാസമുള്ള പ്രാർത്ഥനാ ജീവിതമുള്ള പൗലോസിന് പറയാനുള്ളത് ഇതാണ്: എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് വരുന്നവനുമായ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ കൂടെ യാത്ര ചെയ്തവരെ ഞാൻ നിനക്ക് ദാനമായി നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുമെന്നും രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചവരുടെയും ഇടയിൽ പൗലോസിനെ പോലെ നമുക്കും പറയുവാൻ സാധിക്കട്ടെ: നമ്മുടെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല, അവനിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്നും. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴോ അനർത്ഥം സംഭവിക്കുമ്പോഴോ മരണഭയം അലട്ടുമ്പോഴോ മാത്രമല്ല പ്രാർത്ഥന, എല്ലായ്പ്പോഴും നമ്മുടെ പ്രാണപ്രിയന്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥന ദൈവത്തെയല്ല, നമ്മെയാണ് മാറ്റുന്നത്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്.